1,50,000 മുകളിലേക്ക് പോകുന്നു. കോഴിക്കോട് MK രാഘവന്റെ ലീഡിപ്പോ 1,44,214 വോട്ടുകൾ ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയിപ്പോൾ ഫലം അറിയാനുള്ളത് ആറ്റിങ്ങലിലാണ്. ആറ്റിങ്ങലിൽ ഇപ്പോൾ അടൂർ പ്രകാശ് പിന്തള്ളിക്കൊണ്ട് വി ജോയ് 3,285 വോട്ടുകൾക്ക് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലീഡ് നില മാറി മറിയുകയാണ്. ഡോക്ടർ അരുൺ, ആറ്റിങ്ങലിൽ എന്ത് സംഭവിക്കുമെന്ന് ആകാംക്ഷ. സസ്പെൻസ് ത്രില്ലറാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രസീലും അർജന്റീനയും തമ്മിലുള്ള പോരാട്ടം പോലെ, റയൽ മാഡ്രിഡും ബെർമുണ്ടയും തമ്മിലുള്ള ഡോർട്ട്മുണ്ടും തമ്മിലുള്ള മത്സരം പോലെ വളരെ ശക്തമായ മത്സരമാണ് ആറ്റിങ്ങലിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ 2000 വോട്ടിന്റെ ലീഡാണ് അടൂർ പ്രകാശിനുള്ള. ഏത് നിമിഷവും വി ജോയ്ക്ക് മറികടക്കാവുന്ന 3,285 വോട്ടുകൾക്ക് വി ജോയ് എല്ലാ കണ്ണുകളും ആറ്റിങ്ങലിലേക്കാണ്. 3,285 വോട്ടുകൾക്ക് ആറ്റിങ്ങൽ വി ജോയുടെ സംഘടനാ പ്രവർത്തനത്തിലുള്ള മികവ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടായി മാറിയെന്ന് നിസ്സംശയം പറയാം. പക്ഷേ അടൂർ പ്രകാശ് എന്ന പോൾ മാനേജറുടെ മുന്നിൽ അവസാന നിമിഷം വി ജോയ്ക്ക് സാധ്യത എത്രത്തോളം ഉണ്ട് എന്നതാണ് പ്രധാന. ആലത്തൂരിലെ 20,106 വോട്ടുകളാക്കി കെ രാധാകൃഷ്ണൻ ലീഡ് ഉയർത്തിയിരിക്കുന്നു. അതായത് ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ വിജയം ഉറപ്പിച്ചിരിക്കുന്നു. നേരിയ ഭൂരിപക്ഷമേ ഉള്ളൂ ഒരു ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം. അതായത് 10 ലക്ഷം വോട്ടെങ്കിലും മിനിമം പോൾ ചെയ്യുന്ന ഒരു ലോക്സഭാ മണ്ഡലത്തിൽ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആകെ ജയിച്ച ഒരു ലോക്സഭാ മണ്ഡലത്തിൽ 20,106 വോട്ടാണ് കെ രാധാകൃഷ്ണൻ ജയിച്ചിട്ടുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം കണക്കിലെടുത്തായിരിക്കും എന്ന കാര്യത്തിൽ നമുക്ക് തർക്കമില്ലാത്ത കാര്യമാണ്. സുരേഷ് ഗോപിയുടെ തൃശ്ശൂരിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. അവിടെ സുരേഷ് ഗോപി സ്വന്തം പെട്ടിയിൽ കൂടുതലായി വീഴ്ത്തിയിരിക്കുന്നത് 74,840 വോട്ടുകളാണ്. അങ്ങനെ 4,09,302 വോട്ടുകൾക്കാണ് സുരേഷ് ഗോപി ഇപ്പോൾ ജയിച്ചുകൊണ്ടിരിക്കുന്നത്. VS സുനിൽകുമാറാകട്ടെ നേരത്തെ CPIക്ക് കിട്ടിയതിനേക്കാൾ കുറഞ്ഞ വോട്ടുകളാണ് പോൾ ചെയ്തെടുക്കുന്നത്. 74,840 വോട്ടുകൾ സുനിൽകുമാറിന് കഴിഞ്ഞ തവണത്തേതുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറവാണ്. അവിടെ 3,34,462 വോട്ടുകളാണ് സുനിൽകുമാറിന് ഇത്തവണ കിട്ടിയിരിക്കുന്നത്. മുരളിക്ക് കുറഞ്ഞിരിക്കുന്നത് 84,492 മുരളി ഇന്നലെ നമ്മളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് എന്താണെന്നറിയാമോ? ആനമുട്ട മാത്രമല്ല, അവിടെ കോൺഗ്രസിന്റെ സഹായം കിട്ടിയോന്ന് ചോദിച്ചതിന് അന്നേരം മുരളി പറഞ്ഞതെന്താണെന്നറിയോ? എല്ലാം ഇപ്പൊ പറയണ്ടല്ലോ, നാളെ പറയാം. അപ്പൊ ഇന്ന് പറയും. അതായത് 3,24,000 ആരുടെ വോട്ട്? കെ മുരളീധരൻ്റെ വോട്ട് കുറഞ്ഞിരിക്കുന്നു. പത്തനംതിട്ടയിൽ ആന്റോ ആന്റണിയുടെ ലീഡ് 50,000 കടന്നിരിക്കുന്നു. ആന്റോ ആന്റണി ഒരു അത്ഭുതമാണ്. എന്ത് ആന്റി ഇൻകംബൻസി ഉണ്ടെങ്കിലും ആന്റോ ആന്റണി അവിടേക്ക് കടന്നുകൂടുന്നു എന്നുള്ളതാണ്. 53,204. UP വീണ്ടും BJP മുന്നിലെത്തിയിരിക്കുന്നു. 35 സീറ്റുകളിൽ BJP 34 സീറ്റുകളിലാണ് മുന്നിൽ നിൽക്കുന്നത്. അഖിലേഷ് യാദവിന്റെ റൈഡറാണ്. അതെ, അഖിലേഷ് യാദവ് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നു. കോൺഗ്രസിനും അവിടെ മത്സരിക്കാൻ കഴിഞ്ഞിട്ടില്ല. മത്സരിക്കാൻ ലഭിച്ചിട്ടുള്ള സീറ്റുകളിൽ കോൺഗ്രസും മുന്നിൽ പോകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ്. പാലക്കാട് UDFന്റെ ലീഡ് ഉയർത്തിയിരിക്കുന്നു. 77,199 വോട്ടുകൾക്ക് പാലക്കാട് UDF ബഹുദൂരം മുന്നിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. പത്തനംതിട്ടയിൽ നമുക്ക് ഇനി സംശയങ്ങളില്ല. പാലക്കാട് നമുക്ക് ഇനി സംശയങ്ങളില്ല. ഇനി ഒരേ ആറ്റിങ്ങലിൽ ആര്? അതാണ് നോക്കുന്നത്. ആറ്റിങ്ങലിൽ ആരായിരിക്കും എന്നുള്ള ചോദ്യത്തിന് മറുപടി വി ജോയ്. പക്ഷേ ആറ്റിങ്ങലിൽ ക്ലിഫ് ഹാങ്ങർ ആണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അവിടെ അടൂർ പ്രകാശ് ഏത് ഘട്ടത്തിലും മുന്നിലേക്ക് വരാം. വി ജോയെ അട്ടിമറിക്കാം. വി ജോയ്ക്ക് ഒരുപക്ഷെ ലീഡ് ഉയർത്താം. കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. മാധ്യമങ്ങളെ കാണുന്നു. കെ സുരേന്ദ്രൻ